കർണാടക ഷിരൂരിൽ മണ്ണിടിഞ്ഞ് കാണാതായ അർജുനായി തെരച്ചിൽ ഊർജിതം. റഡാർ പരിശോധനയിൽ മണ്ണിനടിയിൽ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയതായി സൂചന. NIT വിദഗ്ധരുടെ റഡാർ പരിശോധന തുടരുന്നു. വെല്ലുവിളിയായി മഴയും മണ്ണിടിച്ചിലും. പ്രതീക്ഷയോടെ അർജുന്റെ കുടുംബം. സംസ്ഥാനത്ത് വീണ്ടും നിപ ബാധയെന്ന് സംശയം. മലപ്പുറത്തെ 14-കാരനെ ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 പേർ നിരീക്ഷണത്തിൽ. കുട്ടിക്ക് ചെള്ളുപനി സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് വീണ്ടും പനി മരണം. കോഴിക്കോട് പനി ബാധിച്ച 10 വയസ്സുകാരി മരിച്ചു. മരിച്ചത് എളേറ്റ് സ്വദേശി ഫാത്തിമ ബത്തൂൽ. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന ആരോപണം. വയറുവേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയ 28-കാരിക്ക് കുത്തിവയ്പ് നൽകിയതിൽ പിഴവെന്ന് പരാതി. കാട്ടാക്കട സ്വദേശി കൃഷ്ണയുടെ നില ഗുരുതരം. ഡോക്ടർ വിനുവിനെതിരെ കേസെടുത്ത് പോലീസ്. നീറ്റ് പരീക്ഷയുടെ വിശദമായ ഫലം പ്രസിദ്ധീകരിച്ച നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പ്രസിദ്ധീകരിച്ചത് പരീക്ഷാ കേന്ദ്ര അടിസ്ഥാനത്തിലുള്ള ഫലം. നടപടി സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം. ബംഗ്ലാദേശിൽ സർക്കാർ ജോലി സംവരണത്തിനെതിരായ വിദ്യാർത്ഥി പ്രക്ഷോഭം തുടരുന്നു. മരണം 105ആയി. കർഫ്യൂ പ്രഖ്യാപിച്ച സർക്കാർ. സൈന്യത്തെയും വിന്യസിച്ചു. കുവൈറ്റിൽ തീപിടുത്തത്തിൽ 4-അംഗ മലയാളി കുടുംബത്തിന് ദാരുണാന്ത്യം. ബാസിയയിൽ മരിച്ചത് പത്തനംതിട്ട സ്വദേശികളായ മാത്യു മുളയ്ക്കലും കുടുംബവും. അവധിക്ക് നാട്ടിലായിരുന്ന കുടുംബം കുവൈറ്റിൽ തിരിച്ചെത്തിയത് ഇന്നലെ.